എല്ലാവർക്കും നമസ്കാരം. +2 സയൻസ് വിദ്യാർത്ഥികളുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. പരീക്ഷ കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ഒട്ടനവധി പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട്. എല്ലാ പ്രൊഫഷണൽ കോഴ്സസുകൾക്കും അതിൻ്റെതായ ഒരു എൻട്രൻസ് പരീക്ഷകളുമുണ്ട്. നിങ്ങൾ ബോർഡ് എക്സാം കഴിഞ്ഞാൽ ഇത്തരം എക്സാമിനേഷനുകൾ എന്നാണ് നടക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മിച്ചാൽ നന്നായിരിക്കും. ഏറ്റവും പ്രധാനമായി ആദ്യം നടക്കുന്ന എക്സാമിനേഷൻ JEE മെയിൻ എക്സാമിനേഷൻ ആണ്. JEE മെയിൻ എക്സാമിനേഷൻ ഏപ്രിൽ 1-ാം തീയതി തുടങ്ങിയിട്ട് ഏപ്രിൽ 8-ാം തീയതി വരെ ഓൺലൈൻ എക്സാമിനേഷൻ ആണ് നടക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറഞ്ഞാൽ കീം എക്സാമിനേഷൻ ആണ്. കേരളത്തിലെ എൻട്രൻസ് പരീക്ഷയാണ് നടക്കുന്നത്. അതും ഓൺലൈൻ വഴിയാണ്. ഏപ്രിൽ മാസം 24 തുടങ്ങി 28 വരെയാണ് അതിന്റെ എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പൊ കീം എക്സാമിനേഷൻ എന്ന് പറയുന്നത് കേരള എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ആണ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മെറിറ്റ് അഡ്മിഷൻ കിട്ടാനുള്ള എൻട്രൻസ് പരീക്ഷയാണ്. അതിന്റെ എക്സാമിനേഷൻ ഏപ്രിൽ 24 തുടങ്ങി ഏപ്രിൽ 28 വരെ ഓൺലൈൻ എക്സാമിനേഷൻ ആണ് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ എക്സാമിനേഷൻ നീറ്റ് എക്സാമിനേഷൻ ആണ്. ഓഫ്ലൈൻ ആണ്. മെയ് മാസം 4-ാം തീയതിയാണ് ആ എക്സാമിനേഷൻ നടക്കുന്നത്. അതുകൂടാതെ ആണെങ്കിൽ കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എക്സാമിനേഷൻ നടക്കുന്നത് ശരിക്കും മെയ് മാസം 10, 11, 12 ഈ 3 ദിവസങ്ങളിൽ ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. അതുകൂടാതെ ഐസർ എക്സാമിനേഷൻ എന്ന് പറയുന്ന എക്സാമിനേഷൻ, അതായത് സയന്റിസ്റ്റുകളാവാനായി ഐസറിൽ നമുക്ക് പഠിക്കണമെങ്കിൽ, ട്രിവാൻഡ്രം ഉൾപ്പെടെയുള്ള ഐസറിൽ പഠിക്കണമെങ്കിൽ ഐസറിന്റെ IAT എന്ന് പറയുന്ന എക്സാമിനേഷൻ എഴുതണം. ആ എക്സാമിനേഷൻ മെയ് മാസം 25-ാം തീയതിയാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷൻ എന്ന് പറയുന്നത് CUT ആണ്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് പരീക്ഷ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ നാഷണൽ ലെവലിലുള്ള പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ 15% നാഷണൽ കോട്ട അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയുടെ അഡ്മിഷൻ കിട്ടുന്നതിനും അതിനു വേണ്ടിയുള്ള എക്സാമിനേഷൻ CUT എക്സാമിനേഷൻ എന്ന് പറയുന്നത് അത് നടക്കുന്നത് ശരിക്കും ഓൺലൈൻ എക്സാം ജൂൺ മാസം 1-ാം തീയതി വരെ, മെയ് 8 മുതൽ ജൂൺ 1 വരെ എക്സാം നടക്കുന്നത്. ഈ എക്സാമിനേഷൻ ഒരു ഓർഡറിൽ നമ്മൾ ക്രമീകരിച്ച് എല്ലാ എക്സാമിനേഷന്റെയും സബ്ജക്ട്സ് എന്ന് പറയുന്നത് സെയിം ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി ഓപ്ഷൻ തന്നെയാണ്. ഒരു എക്സാമിനേഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള 7, 8, 9, 10ഓളം വരുന്ന എക്സാമിനേഷൻ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് എഴുതാൻ പറ്റും. ഏതെങ്കിലും ഒരു എക്സാമിനേഷന് നല്ല സ്കോർ ചെയ്തിട്ട് ദേശീയ തലത്തിൽ ഗവൺമെന്റ് സീറ്റിൽ നമുക്ക് പഠിക്കാനുള്ള യോഗം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും അതിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.